ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വാട്സാപ്പിൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യുക. അതിൽ വന്ന പുതിയ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി വാട്സാപ്പ് നമ്പർ നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. വെറും ഒരു QR കോഡ് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മളെ വാട്സാപ്പിൽ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാനും ഇനി നമ്മുടെ സുഹൃത്തുക്കൾക്ക് സാധിക്കും. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നെയിം ബോർഡ്, ഒരു കടയിലെയോ മറ്റോ നെയിം ബോർഡ് സ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ QR കോഡ് മാത്രം തന്നെ നമ്മൾ പ്രിന്റ് ചെയ്ത് വെച്ചാൽ മതി. ആവശ്യക്കാർക്ക് അത് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് അത് സ്കാൻ ചെയ്താൽ ഉടനെ തന്നെ നിങ്ങളെ അവർക്ക് ആഡ് ചെയ്യാനും നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാനും അവർക്ക് സാധിക്കും. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ തുടർന്ന് കണ്ട് പരിചയപ്പെടാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിനു ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ വലതുവശത്ത് കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ വലതുവശത്തായിട്ട് ഒരു ബാർ കോഡ് കാണാം, ഒരു ഐക്കൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ QR കോഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കോഡ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൈമാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലതുവശത്ത് കാണുന്ന മുകളിൽ കാണുന്ന ഈ ഷെയർ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഗ്രൂപ്പിലേക്കോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ ഒരു സുഹൃത്തിന് ഷെയർ ചെയ്യാണ്. ഇതിപ്പോൾ ഞാനൊരാളെ സെലക്ട് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ തന്നെ മറ്റൊരു വാട്സപ്പിലേക്കാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ വാട്സപ്പിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ആ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ കോഡ് വന്നിട്ടുണ്ടാവുക. ഇത് നമുക്കിപ്പോൾ താഴെ അതിൻ്റെ ലിങ്കും വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഈ വ്യക്തിയെ നമ്മുടെ വാട്സാപ്പിലേക്ക് വളരെ അനായാസം ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ കോഡ് തന്നെ നമ്മളിപ്പോൾ ഇത് നമ്മുടെ ഗാലറിയിൽ വന്നിട്ടുണ്ടാവും. ഗാലറിയിൽ വന്നു കഴിഞ്ഞാൽ ഈ കോഡ് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു കട തുടങ്ങുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ അയക്കുന്നെങ്കിൽ അതിലൊക്കെ ഈ കോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ നമ്പർ ഇല്ലാതെ തന്നെ ഈ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മളെ വാട്സപ്പിലും ഗ്രൂപ്പിലും ഒക്കെ ആഡ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനും ഈ ഒരു ബാർ കോഡ് കൊണ്ട്, ഈ ഒരു QR കോഡ് കൊണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതെങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത്, അതും ഇതിൽ തന്നെ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വലതുവശത്ത് ഇപ്പോൾ മൈ കോഡ് എന്ന ഭാഗത്ത് നമ്മുടെ QR കോഡ് വന്ന് കിടക്കുന്നുണ്ടാവും. വലതുവശത്ത് സ്കാൻ കോഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാമറ ഓപ്പണായി വരും. ഇതിൽ നിന്നും നമുക്ക് ഏതാണോ ബാർ കോഡ്, ആരെയാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്നത് നമുക്ക് അവിടെ ക്യാമറ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ വ്യക്തിയെ കോൺടാക്റ്റ് നമ്പറൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഇതുപോലെ സ്കാനായിട്ട് വരും. നമുക്ക് ആ വ്യക്തിയെ നമ്മുടെ കോൺടാക്റ്റിലേക്ക്, നമ്മുടെ വാട്സപ്പ് കോൺടാക്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.